സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. ഹേമ കമ്മിറ്റി ഇങ്ങനെ ഒരു രൂപപ്പെട്ട് ഇവിടെ വരാൻ കാരണം ഇടതുപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലേ വരില്ലായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു മികവായിട്ടാണ് ഹേമ കമ്മിറ്റിയെ മുഖ്യമന്ത്രി പുകഴ്ത്തിക്കാണിച്ചത്. ഇവിടെ ഹേമ കമ്മിറ്റി എങ്ങനെ ഉണ്ടായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പീഡന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് WCC രൂപപ്പെടുകയും അവരുടെ ആവശ്യപ്രകാരം രൂപപ്പെടുകയും ചെയ്തതാണ് ഈ ഹേമ കമ്മിറ്റി. അല്ല, സർക്കാരിന് ഒരു ദിവസം രാവിലെ ബോധോദയം ഉണ്ടായിട്ടൊന്നും ശുദ്ധീകരിച്ച് കളയാമെന്ന് കരുതി ഇറങ്ങി ഉണ്ടാക്കിയതൊന്നും അല്ല. അതിൻ്റെ മേന്മയും എല്ലാം എൻ്റെയാണ്. ഈ സത്യത്തിലൊരു മൗനി ബാബ അതാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. മിണ്ടേണ്ടടുത്ത് മിണ്ടാറില്ല. ഞങ്ങൾക്ക് പണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലൊരു ഇതുണ്ടാകുന്നു, മിണ്ടാമടങ്ങൾ. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു മിണ്ടാമടങ്ങളുടെ തലവനാക്കി മുഖ്യമന്ത്രിയെ വെച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം മിണ്ടേണ്ടടത്തൊന്നും മിണ്ടത്തില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഞങ്ങളുടെയാന്ന് പറയും. ഇന്നെല്ലാം ദോഷങ്ങളുണ്ടോ അതെല്ലാം വേറെ ആളുകളുടെ തലയെ കൊണ്ട് വെക്കും. ഒരു ഭരണാധികാരിക്ക് യോജിച്ച നടപടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ കയ്യിൽ നിന്നും കോടതി ആവശ്യപ്പെട്ട് വാങ്ങിയതാണ്. സർക്കാർ കൊണ്ടുകൊടുത്തതൊന്നുമില്ല. അതിനെ നിശിതമായി വിമർശിക്കുന്ന കോടതിയുടെ പരാമർശങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ 4 വർഷക്കാലം ഇതെന്തിന് പൂഴ്ത്തിവെച്ചു, മറച്ചു വെച്ചു എന്ന ചോദ്യം കോടതി ചോദിച്ചു കഴിഞ്ഞു. ആരെ രക്ഷിക്കാൻ? എന്തുകൊണ്ട് ഇതിന്മേൽ അന്വേഷണം നടത്തിയില്ല? ഇതിനൊക്കെ ഉത്തരം പറയാൻ കോടതി മുമ്പാകെ സമർപ്പിക്കാനായിട്ട് എന്താണ് ഇവിടുത്തെ സർക്കാരിന് കഴിയാതെ പോയത്? ഒരു ഉത്തരവും പറയാനില്ല. എന്ന് പറഞ്ഞാൽ ചിലരെയൊക്കെ സംരക്ഷിക്കണം, അത് തങ്ങളുടെ ബാധ്യതയാണ്, തങ്ങളെ കൂടെ ബാധിക്കുന്ന വസ്തുതയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണിത് മറച്ചു വെച്ചത്. ഇത് ചാനലുകൾ ഇതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. അത് മോഹൻലാൽ തന്നെ വന്നിച്ചെന്താ പറഞ്ഞത്? ഇത് ഭയങ്കരമായ സംഭവമാണ്, സിനിമ, ഇതെല്ലാം താഴ്ന്നു പോകരുത്, അതുകൊണ്ട് ഇതൊന്നും മറ്റ് ആരും അറിയാൻ ഇടയാക്കരുത്, പുറത്തോട്ട് ആരും അറിയാൻ ഇടയാക്കരുത്, ഇതെല്ലാം ഒളിച്ചും പാത്ത് ഇവിടെ കൊണ്ട് തീർക്കണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വസ്തു. അതിൻ്റെ പശ്ചാത്തലം തന്നെയാണ് സർക്കാർ ഈ പൂഴ്ത്തിവെപ്പ് നടത്തിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം ഉണ്ടാവണം, കുറ്റക്കാരെ വെളിയിൽ കൊണ്ടുവരണം. അതിന് ഒരു തടസ്സവും മാധ്യമങ്ങൾക്ക് ഇല്ല. മാധ്യമങ്ങളെല്ലാം വാടപ്പിക്കണമെന്നൊരു ആവശ്യം കൂടി സർക്കാർ ഉന്നയിച്ചു. അത് സാധ്യമല്ല, അതും കോടതി പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, എത്ര കണ്ട് ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികളാണ് ഒരു സർക്കാർ എന്ന നിലയിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റുമോ? സർക്കാർ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരെന്തോ ഒരു വലിയ സംഭവമായിട്ട് ചന്ദ്രനിൽ ജീവിക്കുന്ന ജീവികളായിട്ട് അവരൊക്കെ മാറുക, സ്വയം മാറുകയാണ്. പിന്നെ ജനങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, ജനങ്ങളെ അവർക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല, ഒരു ഉത്തരവാദിത്വവും ഇല്ല. അതാണ് അവർ പറഞ്ഞു വരുന്നത്. പിന്നീട് അവരുടെ ഇഷ്ടാനുസരണം തീരുമാനിക്കും, വേണോ വേണ്ടയോ, എല്ലാവരും തീരുമാനിക്കുന്നത്. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആ ഉത്തരവാദിത്വമാണ് തങ്ങൾ നിക്ഷിപ്തമായിരിക്കും എന്നുള്ളതായ ഒരു ഉൾബോധം അവരിലില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം അൻവർ തന്നെ, അവരുടെ കൂടെ നിൽക്കുന്ന അൻവർ തന്നെ ആൾക്കാരെ ചൂണ്ടിക്കാട്ടി കള്ളനെന്ന് വിളിക്കുന്നു, കൊള്ളക്കാരനെന്ന് വിളിക്കുന്നു, കൊലയാളിയെന്ന് വിളിക്കുന്നു. എന്തേയും മിണ്ടാത്ത മൗനി ബാബ ഇവിടെ എന്താ പറയുക, വാതോരാതെ വന്ന് കിടന്നുകൊണ്ട് ചാനലുകളിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുണ്ടല്ലോ. എന്തേ അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഓടി വരാതെ, ചാനലുകളിൽ വരാതെ ഒളിച്ചു കിടക്കുന്നത്? കഴിയില്ല, ഉത്തരമില്ല. അൻവർ കള്ളനെന്നും കൊള്ളക്കാരനെന്നും മാത്രമല്ല വിളിച്ച, കൊലയാളിയെന്നും വിളിച്ചു. അന്വേഷണം ഉണ്ടായോ? ഇതെന്തുകൊണ്ടുണ്ടായില്ല? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? കഴിഞ്ഞ ദിവസം ഒരു വിവാഹം നടത്താനിരുന്ന പയ്യൻ കാണാതെ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനെ അന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടിപ്പോയല്ലോ നമ്മുടെ സേന. എന്തേ ഇവിടെ തന്നെയുള്ള ആൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടതായ സാഹചര്യം വന്നിട്ട് അന്വേഷിക്കാതെ മാറി നടക്കുന്നത് എന്ന് മാത്രമാണോ?
വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടങ്ങളും കൊലപാതകങ്ങളും ഒക്കെ അരങ്ങേറിയൊരു വേദിയാണ് കേരളം RSSുമായിട്ട്. ഇന്ന് RSSൻ്റെ നേതാക്കന്മാരെയാണ് ADGP പോയി കാണുന്നത്. ആർക്ക് വേണ്ടി? ADGPക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വികസിപ്പിക്കാൻ RSSൻ്റെ അഡ്വൈസൊന്നും വേണ്ട. വേണോ? ADGPയുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടത്തി കൊടുക്കാനാണോ RSSൻ്റെ പ്രചാരകരെയൊക്കെ പോയി കണ്ടത്? അല്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തുകൊണ്ട് അത് എന്താണെന്ന് ചോദ്യം ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? പാർട്ടി സെക്രട്ടറിയും കൺവീനറും അടക്കം പറഞ്ഞിട്ടുണ്ട് ഇതറിയണമെന്ന്. അവിടെയും മൗനി ബാബയാണ്. എന്തുകൊണ്ട്? ജനങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരാണ് കള്ളൻ? ആരാണ് കാപട്യക്കാരൻ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം മറച്ചു വെക്കുന്നത്, അന്വേഷണങ്ങളെ മുരടിപ്പിക്കുന്നത്? നമുക്കറിയാം പല പല കേസുകൾ. ഇപ്പോൾ കോടതി പോയി ഇതിനകത്തും നാണം കെട്ട് നിൽക്കുകയാണ്. ഇത് അവർക്കത് പുതുമയല്ല. എത്രയോ കേസുകെട്ടുകളിൽ പോയി നാണം കെട്ട് കോടതിയിൽ നിന്ന് പോയിരിക്കും. നമുക്കറിയാം കൃപേഷിൻ്റെയും കൂട്ടുകാരൻ്റെയും കൊലപാതകം സംബന്ധിച്ച് CBI അന്വേഷിക്കരുത്. സത്യത്തിലൊരു കൊലപാതകങ്ങളുടെ കുറ്റകൃത്യങ്ങളെന്ന് CBI അന്വേഷിച്ച് സുതാര്യമായിട്ട് പ്രതിയെ കണ്ടെത്താനല്ലേ സർക്കാർ പറയണ്ടേ? ഇവിടെ എന്താ പറഞ്ഞേ? CBI അന്വേഷിക്കാനേ പാടില്ല. അപ്പോൾ ഇതെന്ത് സുതാര്യമായ സർക്കാരാണ്? എന്ത് നിലപാടാണിത്? അത്തരത്തിലുള്ള മുഴുവൻ കള്ളത്തരങ്ങളും എവിടെ കൊള്ള നടന്നാലും അവരെയൊക്കെ സംരക്ഷിക്കും. വെള്ളപ്പൊക്കത്തിൻ്റെ പൈസ പൊട്ടിച്ച ആളായാലും ശരി, അല്ലാത്ത കാര്യങ്ങളായാലും ശരി, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കൊന്ന ആളും ശരി, ഇതെല്ലാം സംരക്ഷിക്കും. ആരെന്ത് കാപട്യങ്ങൾ കാണിച്ചാലും എല്ലാം സംരക്ഷിക്കും. ഇതൊരു ജനാധിപത്യ സംസ്കാരത്തിന് ചേരുന്ന നടപടിയാണോ എന്നാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. സത്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുമ്പോൾ കൃത്യമായും ആ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളത് പൊതുജനങ്ങൾ മുഴുവൻ ഒറ്റ വാക്കാലെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ മിണ്ടാതെ വായി മൂടിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് എന്തിനാ? എന്ത് പ്രയോജനം? ഈ കാലഘട്ടം കൊണ്ടുണ്ടായിട്ടുള്ള പ്രയോജനം എന്താണ്? പലയിടത്തും ഉരുള് പൊട്ടിയെടുത്തൊന്നും ഇതുവരെ വീട് വെച്ച് കൊടുത്തിട്ടില്ല. അവർ വഴിയിലും പെരുവഴിയിലും കിടക്കുന്നത്. ആ സാഹചര്യം പോലും ഇന്ന് ഇവിടെ നിലനിൽക്കുകയാണ്. പിന്നെ കുടിവെള്ളമില്ല, ഒരു നിസ്സാര കാര്യമാണ്. തിരുവനന്തപുരത്ത് പോലും കുടിവെള്ളമില്ല. ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ല. ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് അവിടെ ദുരിതം അനുഭവിച്ചിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതേസമയം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെയും അവരുടെ നടപടികൾക്കെതിരെയും അസംബ്ലിക്ക് മുൻപാകെ, സെക്രട്ടേറിയറ്റ് മുമ്പാകെ അതിശക്തമായ സമരങ്ങൾ നടത്തുന്ന പൊതുജനങ്ങൾക്കെതിരെ ചീറ്റിത്തെറിപ്പിക്കാൻ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. എത്ര ലക്ഷം വേണമെങ്കിലും, കോടിക്കണക്കിന് ലിറ്റർ വേണമെങ്കിലും അതിനുണ്ട്. ജലബോംബുകളും ജലപീരങ്കിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ അവിടെയുണ്ട്. കുടിവെള്ളത്തിനായി ഒരുത്തൻ ടോയ്ലറ്റിൽ പോയിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക, കൊണ്ട കൊടുക്കാൻ തൻ്റെ ഉണ്ടോ വെള്ളം എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടുത്തെ മന്ത്രിക്ക് ഇതിന് കുടിവെള്ളമില്ല. കുഞ്ഞിൻ്റെ വായിലൊരു ഇതിട്ടിരിക്കുക ഗുളിക, ഇറക്കി വിടാൻ വെള്ളമില്ല. അങ്ങനെയുള്ള ജനങ്ങളുടെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഘടകങ്ങളൊന്നും ചെയ്യാൻ ഇവിടെ ആരുമില്ല. റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് എത്രയോ കാലങ്ങളായി. എത്ര അപകടങ്ങളുണ്ടാകുന്നു, മരണങ്ങളുണ്ടാകുന്നു. അവിടെയൊന്നും തന്നെ ഇവിടെ ചെയ്യാൻ ഒരുത്തരുമില്ല. കസേര ഇരിക്കാൻ കുറേ മന്ത്രിമാരുണ്ട്, മണ്ട ശിരോമണികൾ, ഒരു കഴമ്പില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണം മന്ത്രിമാരാണെന്ന് പറഞ്ഞ് കയറിയിരിപ്പുണ്ട്. ഇതിനു മുമ്പ് നമുക്കറിയാം കുറേ പമ്പര വിഡ്ഢികൾ കേരളത്തെ മന്ത്രിമാരായിരുന്നത്. അവരാണല്ലോ പണ്ട് ഇടുക്കി ഡാം ഒറ്റ രാത്രി കൊണ്ട് 3 ഷട്ടറും 4 ഷട്ടറും തുറന്നു വിട്ടേച്ച് കേരളത്തിലെ 10-400 ചില്ലുവാരം പേരെ കൊന്നൊടുക്കിയത്. ഇതൊക്കെയാണോ ഭരണ മികവ്? ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ എന്താ? കൃഷിയുടെ അവസ്ഥ എന്താ? കൃഷി ചെയ്യാൻ ഭൂമി പോലും ഇല്ലാതെയായില്ലേ? കർഷക തൊഴിലാളികളെ വെച്ച് സംരക്ഷിച്ചുകൊണ്ട് കർഷകരുടെ ഉപജീവനത്തിനും അവരുടെ നിലനിൽപ്പിനുമായി പ്രവർത്തിച്ചു വന്നു എന്ന് പറയുന്ന പാർട്ടി ഇന്ന് കർഷകരുടെ അവസ്ഥ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു? കൃഷിഭൂമി എത്രയായിട്ട് തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു. എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസത്തിന് അടിയുറച്ച് വിശ്വസിക്കുന്നു, സ്ത്രീ സംരക്ഷണം ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് കാണുന്നു. ഏത് സ്ത്രീക്ക് അവിടെ പറയാനുള്ളത്? സ്ത്രീകൾ മുഴുവൻ ഇപ്പോൾ തെരുവിലിറങ്ങുകയാണ്, അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പം ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ള കുറ്റവാളികൾ മാത്രമല്ല,
ഈ സിനിമാ നടികളെ ദുർവിനിയോഗം ചെയ്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തം. സിനിമാ മേഖലയിലുള്ള കുറ്റവാളികളെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഇവരെയൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെയും കൂടെ തന്നെ പൊതുജന മധ്യത്തിൽ കൊണ്ട് നിർത്തി ശിക്ഷിക്കണം, വിചാരണ ചെയ്യണം. അതുപോലെ തന്നെ സിനിമാ മേഖല എന്ന് പറഞ്ഞത് ഒരു വലിയൊരു മാഫിയ സംഘത്തിൻ്റെ മേഖലയാണ്. അത് ഡ്രഗ്സ് ഉണ്ട്, കള്ളപ്പണമുണ്ട്, എല്ലാം കവിഞ്ഞൊഴുകുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. എങ്കിൽ ഈ കേരളത്തിലെ ഏതൊക്കെ രാഷ്ട്രീയക്കാരൻ അവിടെ കള്ളപ്പണം ഇറക്കിയിട്ടുണ്ട് അതും ജനത്തിനറിയണം, ജനങ്ങളറിയണ്ടേ. ഈ കാര്യങ്ങൾ ഒളിച്ചു വെക്കണമെന്ന് വരികയിൽ രാഷ്ട്രീയക്കാരനും അതിനകത്ത് പങ്കുണ്ടെന്നുള്ള ജനങ്ങൾ വളരെയധികം ശക്തമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ മാഫിയ സംഘത്തിലാണേലും ഈ വെള്ളപ്പണ പരിപാടികൾക്കുള്ള മേഖലയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതായ രാഷ്ട്രീയ നേതാക്കളടക്കം ഈ നടിമാരെയൊക്കെ ദുർവിനിയോഗം ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമുണ്ട്. അവരെ അടക്കം ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള SITയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കണം. ഇതല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അന്വേഷണമല്ല അവിടെ നടത്തേണ്ടത്. അതാണ് വിഷയം. ഈ സ്പെഷ്യൽ ടീമിൻ്റെ അന്വേഷണത്തിൽ ഈ വക വ്യക്തികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ വിശാലമായൊരു അന്വേഷണം കാര്യക്ഷമമായിട്ട് വരാനെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകുകയുള്ളൂ. ഇവിടുത്തെ കള്ളപ്പണമൊക്കെ വളർന്ന് വരുന്നതല്ലാതെ പാവപ്പെട്ടവൻ പട്ടിണി കിടന്ന് ചാകുന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഈ അന്വേഷണത്തോടൊപ്പം സുതാര്യമായി നടപ്പാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെയെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയും അത് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെയും കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും കഴിഞ്ഞ 10 വർഷക്കാലത്തെയെങ്കിലും സോഴ്സ് അനധികൃതമായി സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാവണം. അവർക്ക് സമ്പാദിക്കാവുന്ന സ്വത്തിനൊരു പരിധിയുണ്ട്. അതിനപ്പുറം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ടില്ലേ ADGP തിരുവനന്തപുരത്ത് കിട്ടുന്ന കോടാനുകോടികളുടെ വിലയുള്ള വീടും സ്ഥലവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. അത് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തണ്ട, ഒരു രാഷ്ട്രീയ നേതാവിനെ മാറ്റി നിർത്തണ്ട, പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തണ്ട, ഒരു മന്ത്രിയെ മാറ്റി നിർത്തണ്ട. എല്ലാവരുടെ പേരിലും ഇത്തരത്തിലുള്ള കളങ്കിതരായ പൊതുപ്രവർത്തകരാണെങ്കിൽ അവരെ മുഴുവൻ കൂടെ തന്നെ ജനസമക്ഷം നിർത്തണം. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോയ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു, അത് ഞങ്ങൾ അന്വേഷിച്ച് ഇവിടെ കൊണ്ട് തീർന്നുവെന്നും അല്ല. പൊതുജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഈ പീഡനങ്ങൾ മാത്രമല്ല, മാനസിക പീഡനങ്ങളും സാമ്പത്തിക പീഡനങ്ങളും എല്ലാം നിരവധിയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കും പൊതുജനം എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ കാണുന്നവരെ കുറിച്ച് മാത്രമല്ല, അല്ലാതെ സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം കൊണ്ടും പിടിപ്പ് കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും അങ്ങനെയൊക്കെ ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടു നിൽക്കുന്ന കൊണ്ടും പൊതുസ്വത്ത് തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന ജനങ്ങൾ ദുരിതത്തിലാണ്, എല്ലാ തരത്തിലും ദുരിതത്തിലാണ്, പീഡിതരാണവർ. അതുകൊണ്ട് അതിനുകൂടിയുള്ളൊരു പരിഹാരം കിട്ടുന്ന വിധത്തിലാകണം ഈ സിനിമാ മേഖലയിലെ അന്വേഷണത്തെ സംബന്ധിച്ചും അതിലേക്ക് പണം ഇറക്കിയവരെ സംബന്ധിച്ചും അവരെ ലൈംഗിക പീഡനത്തിന് വിധേയരാക്കിയവരെ സംബന്ധിച്ചും ഈ മേഖല കൊണ്ടും അല്ലാതെയും കൊള്ളക്കാരായി കൊള്ള ചെയ്ത് സ്വത്തുക്കൾ കൈവശം ആക്കിയെടുത്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും കൂടി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നുള്ള അതിശക്തമായ ആവശ്യമാണ് ഈ വീഡിയോ വഴി ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിവിടുത്തെ പാവപ്പെട്ട ടാക്സ് അടയ്ക്കുന്ന വളരെയധികം കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് ഇതുകൂടി അന്വേഷണ പരിധിയിൽ വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.